ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ലോങ് ബീൻസ്, അതായത് നീളമുള്ള പയറ് എങ്ങനെയാണ് ഒരു ഡെലീഷ്യസ് ആയിട്ടുള്ള തോരൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി 1/2 കിലോ പയറ് അറ്റങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ പീസസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ, വെളുത്തുള്ളി, 2 വറ്റൽമുളക്, പിന്നെ സ്പൈസസിൽ കുരുമുളക്, മുളക്, പിന്നെ ജീരകം, മഞ്ഞൾപ്പൊടി, കടുക്, പിന്നെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ എടുക്കാം. ആദ്യമായിട്ട് ഈ പയറൊക്കെ നമുക്ക് ഒരു ചോപ്പിംഗ് മെഷീനിൽ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതുപോലെയുള്ള ജാറിലിട്ടിട്ട് 2 പ്രാവശ്യമായിട്ട് അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. ഇതിന് ഉപയോഗിക്കുന്ന ബ്ലേഡ് വളരെ ഷാർപ്പാണ്, അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളിത് യൂസ് ചെയ്യാൻ. അങ്ങനെ ജാറിലേക്ക് മാറ്റിയിട്ട് ജാറിൻ്റെ ലിഡ് ഒന്ന് ലോക്ക് ചെയ്യണം. അതുകൂടാതെ ജാറും ഒന്ന് ലോക്ക് ചെയ്യുക. ഇതുപോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് വേണ്ട വിധത്തിൽ അത് ചോപ്പ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ 2 പ്രാവശ്യമായിട്ട് ഞാനത് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടോ? ഇനി കുക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോൾ 1 സ്പൂൺ കടുകിടുക. ജസ്റ്റ് 1 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് പിന്നെ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ആ വറ്റൽ മുളക് അതിലേക്ക് മാറ്റുക. അതിനുശേഷം ചെറിയ 2 സ്പൂണ് ജീരകം ഇടുക. എന്നിട്ട് കുറച്ചു നേരം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി അരിഞ്ഞു വെച്ച ആ പയറൊക്കെ പാത്രത്തിലേക്ക് മാറ്റുക. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിടുക. പിന്നെ കഷ്ണങ്ങളാക്കിയിട്ടുള്ള വെളുത്തുള്ളിയും അതിലേക്ക് ഇടുക. പിന്നെ 1/2 സ്പൂണ് മുളക്, കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ. പിന്നെ അതിനുശേഷം ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇടുക. എല്ലാ സ്പൈസസും ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്കൊരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിക്കുക.
എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് അത് നമുക്ക് മൂടി വെക്കാം. ഒരു 15-20 മിനിറ്റ് നേരം അതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അനുവദിക്കുക. അതിനുശേഷം ഒന്നുകൂടി നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒന്നുകൂടി കുറച്ചു നേരം അത് മൂടി വെക്കുക. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന തേങ്ങ അതിലേക്ക് മാറ്റിയിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്നുകൂടി കുറച്ചു നേരം മൂടി വെച്ച് ഒന്ന് എടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ അടിപൊളി ഡെലീഷ്യസ് ആയിട്ടുള്ള പയർ തോരൻ റെഡി. അപ്പോൾ ഫ്രണ്ട്സ്, മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, സീ യു.